പല കമ്പനികളിലും ഇത് റദ്ദാന്ന് കേട്ടതോടുകൂടെ ഉൽപാദനം നിലച്ചു. അങ്ങനെ വലിയ വലിയ കമ്പനികൾ, നമ്മളെ കമ്പനിയൊക്കെ ഇടപെട്ടിട്ടാണ് പിന്നെ ഇത് സൈറ്റിൽ തന്നെ ഇല്ലാതാക്കിയത്. ഓരോ കമ്പനി, വലിയ വലിയ കമ്പനിയൊക്കെ റദ്ദാന്ന് കേട്ടപ്പോൾ തന്നെ എന്തായി, തൊഴിലാളികൾ അവരുടെ ഉൽപാദനം പണി നിർത്തിവെച്ചു. പലരും എന്തായി, ഈ പേടിയിലിരുന്നു. അങ്ങനെ കമ്പനികൾ ഇടപെട്ടുകൊണ്ടാണ് ഇത് നെറ്റിൽ നിന്ന് ഒഴിവാക്കിയത്. ഇപ്പൊ അടിച്ചാൽ കിട്ടൂലല്ലോ. അതിന്റെ കാരണം അതാണ്. അപ്പൊ നാം അതിന് പേടിക്കേണ്ടെന്ന് ആവശ്യമില്ല. നമ്മുടെ എന്ത് ചെയ്യുക, നമ്മുടെ കർത്തവ്യങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുക. വൈൻ കസൂറത്ത് ഒഴിവുക ഫിൽ ബറായ, ജനസമക്ഷത്തിൽ മനുഷ്യർക്കിടയിൽ നിന്റെ ന്യൂനതകൾ കൂടുതലാണെങ്കിലും നാം വളരെ മോശപ്പെട്ടവരായിരിക്കും. പക്ഷേ നിന്റെ രഹസ്യ ജീവിതം അതിനൊക്കെ മറയാവട്ടെ. നിന്നെക്കുറിച്ച് പുറത്ത് പലരും എന്തൊക്കെ പറഞ്ഞാലും നീയും അള്ളാഹുമായുള്ള ബന്ധം എപ്പോഴും നന്നാവട്ടെ. നിന്റെ രഹസ്യ ജീവിതം എപ്പോഴും നല്ലതാവട്ടെ. തസത്തറു ബിസ്സഹായി ഫകുല്ലു ഐബിൻ, നീ ഔദാര്യം കൊണ്ട് മറയുണ്ടാക്കുക, ഉദാരത കൊണ്ട് നീ പതുങ്ങിക്കഴിയുക. ഫകുല്ലു ഐബിൻ, എല്ലാ ന്യൂനതകളും യുഗത്തീഹി, അതിനെ മറച്ചുവെക്കുന്നതാണ്, മൂടുന്നതാണ്. കമാക്കീല, പഴഞ്ചൊല്ലിലുള്ളതുപോലെ അസ്സഹാവു, ഔദാര്യത. ധർമ്മം കൊടുത്താൽ, സഹായം നൽകിയാൽ മറച്ചുവെക്കാൻ കഴിയാത്ത ഒരു ന്യൂനതയുമില്ല. അതുകൊണ്ട് നീ ഔദാര്യവാനാവുക. വലാ തറാലില്ല അതായ കത്തുതില്ല, നിന്റെ ശത്രുക്കൾക്ക് നിന്റെ പ്രയാസം നീ കാണിച്ചു കൊടുക്കരുത്. എല്ലാവരോടും പറയാ, കാണുന്നവരോടൊക്കെ പറയാ, കാര്യം വിഷമാണ്, കുട്ടികളെ കെട്ടിച്ച കടം, മറ്റത്, ഇതൊക്കെ ശത്രുക്കൾ അറിഞ്ഞാൽ എന്താകും, അവർ സന്തോഷം. അപ്പൊ അതിന് നീ ഇടവരുത്തരുത്. വലാ തറാലില്ല അതായ കത്തുതില്ല, നിന്റെ നിന്നതയോ നിന്റെ പ്രയാസങ്ങളോ നിന്റെ വിഷമങ്ങളോ ശത്രുക്കളോട് നീ കാണിക്കാതിരിക്കുക. കാരണം എന്താ, ശത്രുവിന്റെ സന്തോഷം നാശമാണ്. ശത്രു സന്തോഷിക്കാൻ ഇടവരാൻ നമുക്ക് നാശത്തിന്റെ കാരണം, അതിന് അവസരം കൊടുക്കരുത്. വലാ തെർജു സമാഹത്തമൻ ബഖീലി, അതുപോലെ തന്നെ പിശുക്കനിൽ നിന്ന് നീ ഉദാരത കാംക്ഷിക്കരുത്. ഫമാ ഫിന്നാരിൽ ഇല്ലം ആനിമാവു, തീയില് ദാഹിക്കുന്നതിന് ഉണ്ടാവുകയില്ലല്ലോ എന്നതുപോലെ നീ എന്ത് ചെയ്യരുത്, ബഖീലിൽ നിന്ന്, ബഖീലിന്റെ കാര്യം അത്രക്കും മോശമാണ്, ബഖീലിൽ നിന്ന് നീ എന്ത് ചെയ്യരുത്, കാരുണ്യമോ മറ്റോ ആഗ്രഹിക്കരുത്. മാത്രമല്ല വരിസ്കുക ലൈസ യങ്കുസുഹുത്താൻ, ഇത് നമ്മളെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. വരിസ്കുക ലൈസ യങ്കുസുഹുത്താൻ, ക്ഷീണം വരുത്തുന്ന അധ്വാനം ഭക്ഷണത്തിൽ വർധനവ് വരുത്തുകയില്ല. ചില ആളുകളുണ്ട് രാവും പകലും പണി തന്നെ, ശരിക്കും ഉറങ്ങാൻ പോലും, ഇനി ഉറങ്ങുമ്പോൾ പോലും എന്താവും നാളെ നമ്മളെ കടന്റെ അവസ്ഥ, നാളെ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങേണ്ടത്, നാളെ എന്തായിരിക്കും ജോലി രംഗത്തുള്ള പ്രയാസം. ഇത് തന്നെ 24 മണിക്കൂർ അവന് നിസ്കരിക്കാൻ സമയമില്ല, ഹദ്ദാദ് ചെല്ലാൻ സമയമില്ല, ദിക്ർ ചെല്ലാൻ സമയമില്ല, പാവങ്ങളെ നോക്കാൻ സമയമില്ല, സ്വന്തം ഇമ്മാനോടും അപ്പാനോടും സംസാരിക്കാൻ സമയമില്ല, ഭാര്യനെയും മക്കളെയും നോക്കാൻ സമയമില്ല, ഭാര്യയും മക്കളൊക്കെ റൂമിലവിടെ കൂട്ടിലിട്ടിട്ട് ഇവൻ ഇത് തന്നെയാണ് പണിഞ്ഞ, എന്നാ അവനത് ആസ്വദിക്കുക, അതറിയില്ല, ഇത് തന്നെ ജീവിതത്തെ. അപ്പൊ ഒന്ന് അവരൊക്കെ മനസ്സിലാക്കുക, നീ കഠിനാധ്വാനം, ക്ഷീണം വരുത്തുന്ന അധ്വാനം ഭക്ഷണത്തിൽ വർധന വരുത്തുന്നതോ, അതുപോലെ വലൈസ യസീദു ഫിൽ റിസ്കിൽ അനാവു, സാവകാശമുള്ള അധ്വാനം ഭക്ഷണത്തിൽ കുറവ് വരുത്തുന്നതോ അല്ല. നമ്മക്ക് അള്ളാഹ് കണക്കാക്കിയതേ കിട്ടുള്ളൂ. നമ്മൾ എത്ര അധ്വാനിച്ചാലും അല്ലാഹു തആല എന്താണോ നിശ്ചയിച്ചു വെച്ചത് അപ്പം അധ്വാനിക്കണം. ജീവിതം മുഴുവനും അധ്വാനമായി ഒരു റൂമൊക്കെ കണ്ടാല് വളരെ മോശം, നല്ലൊരു ഷർട്ട് പോലും വാങ്ങൂല, അങ്ങനത്തെ ആൾക്കാരുണ്ട്. 4000-5000 രൂപയൊക്കെ വാങ്ങിയാൽ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുപോകാൻ, ഫസ്റ്റിൽ വരുമ്പോൾ കൊണ്ടുപോകാൻ അക്കല്ലി തുണി തന്നെയൊക്കെ എപ്പോഴും ഉണ്ടാവുക. അത് ചുളിഞ്ഞ് എവിടെ എത്തിയിട്ടുണ്ടാവും, മുട്ട് വരെ എത്തിയിട്ടുണ്ടാകും. 4 നാളും ബനിയനോ കണ്ടാ ഛർദി വരും. അതാ കീറിയതും എന്താ, ആകെ 5 റിയാൽ ഒരുത്ത ബനിയൻ കിട്ടും. നാട്ടിലാണെങ്കിൽ 30 റുപ്യ 40 റുപ്യ എടുത്ത ബനിയൻ കിട്ടും. എന്നാൽ അന്ന് കൊണ്ടുവന്ന ആ ബനിയൻ തന്നെ ഇട്ട് നടക്കും. ഇങ്ങനെ താടി നന്നാക്കൂല, നഖം നന്നാക്കൂല, വൃത്തിയില്ലാത്ത ജീവിതം നയിക്കുന്ന ആളുകളുണ്ടാവും. ഇവർ പണി എന്താണ്, അധ്വാനം. റൂമിലേക്ക് ചവിട്ടിയാൽ കാല് ഒട്ടുന്നത് കാണാം. ആ താമസിക്കുന്ന ആളുടെ കാലിന്റെ മടമ്പ് നോക്കിയാൽ അറിയാം റൂമിന്റെ വൃത്തി, മടമ്പ് കറുത്തിട്ടായിരിക്കും ഉണ്ടാവുക, വിരലുകൾ കറുപ്പ് കളറായിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ്, റൂം വൃത്തിയില്ലാത്തത് കൊണ്ടാണ്. അതൊക്കെ മാറ്റണം. ഇന്നേ നമുക്ക് ജീവിക്കാൻ കഴിയുള്ളൂ. നാളെ എന്ന് പറയുന്ന സാധനമൊന്നും ഇല്ല, നാളെ എന്ന് പറയുന്ന ഒരു സാധനമില്ല. ഇന്നേ നമുക്ക് ജീവിക്കാൻ കഴിയുള്ളൂ. ഇന്നത്തെ ജീവിതം എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിന്റെ ഭാഗവും നന്നാവുക, ജീവിതവും നന്നാവുക. കുടുംബത്തോടും, ചില ആളുകൾക്ക് കുടുംബങ്ങൾ ഒരു നല്ലതെന്തോന്ന് വാങ്ങിക്കൊടുക്കാൻ പറഞ്ഞാൽ അതിന് ചൂടാകുന്നവരുണ്ട്. ഭാര്യമാർക്കും മക്കൾക്കും ഇനി എന്നാണ്, ആരാണ് അവർക്ക് വാങ്ങിക്കൊടുക്കുക? പൈസ ഉണ്ടെങ്കിൽ അവരൊക്കെ സന്തോഷത്തോടെ ജീവിക്കട്ടെ, നല്ല രീതിയിൽ ജീവിക്കട്ടെ. വലാ ഹുസ്നുൻ വലാ സുറൂറു
വലാ ബൂസുൻ അലൈക വലാ റഖാഉ. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. വലാ ഹുസുനുൻ യദൂമു വലാ സർവറു. ക്ഷേമമോ ദാരിദ്ര്യമോ സന്തോഷമോ ദുഃഖമോ ഒന്നും തന്നെ നിലനിൽക്കുന്നതല്ല. ഇന്ന് സന്തോഷമുണ്ടെങ്കിൽ നാളെ ദുഃഖമുണ്ടാകും, നാളെ ദുഃഖമുണ്ടെങ്കിൽ മറ്റന്നാൾ സന്തോഷമുണ്ടാകും. എല്ലാറ്റിന്റെയും അവസ്ഥ അത് തന്നെയാണ്. പിന്നെയും ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇദാ മാ കുൻത ദാ ഖൽബിൻ ഖരീ ഫഅൻത വമാലികു ദുനിയാ സവാഉ. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വറദ ബിമാ ഖസമല്ലാഹു ലക തകുൻ അഗ്നന്നാസ്. അല്ലാഹു നിനക്ക് തന്നതുകൊണ്ട് നീ തൃപ്തിപ്പെട്ടെങ്കിൽ നീയാണ് കേട്ടോ ലോകത്തിലെ ഏറ്റവും വലിയ ഐശ്വര്യവാൻ. അത് തന്നെയാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നത്, ഇദാ മാ കുൻത ദാ ഖൽബിൻ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരു ഹൃദയം നിനക്കുണ്ടെങ്കിൽ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരു ഹൃദയം നിനക്കുണ്ടെങ്കിൽ, ഇത് നമ്മുടെ ഭാര്യമാർക്കും ഉണ്ടാക്കി കൊടുക്കണം, ഇത് നമ്മുടെ മക്കൾക്കും ഉണ്ടാക്കി കൊടുക്കണം എങ്കിൽ ലോകം മുഴുവനും ഭരിക്കുന്ന രാജാവ്, അവന്റെ കയ്യിൽ എല്ലാമുണ്ട്. ആ രാജാവും നീയും സമമാണ് കേട്ടോ. ഉള്ളത് കൊണ്ട് തൃപ്തി ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ രാജാവിനേക്കാളും മനസ്സമാധാനമുള്ളത് നീയായിരിക്കും. നീ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുകയാണെങ്കിൽ അതേ സമയം നിന്റെ മുറ്റത്ത് നിന്റെ വീട്ടിൽ മരണം വന്നിറങ്ങിക്കഴിഞ്ഞാൽ ഫലാർദും തപ്പി, നീ എത്ര സമ്പാദിച്ച് ഏക്കറക്കണക്കിന് ഭൂമികളുണ്ടെങ്കിലും എന്തൊക്കെ ഉണ്ടെങ്കിലും ആകാശമോ ഭൂമിയോ നിന്നെ ആ മരണത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതല്ല. അള്ളാന്റെ ഭൂമി വിശാലമായതാണ്, എത്രയോ ലക്ഷക്കണക്കിന് കിലോമീറ്ററുകളുള്ളതാണ്. പക്ഷേ മരണം എത്തിക്കഴിഞ്ഞാൽ ഈ വിശാലമായ ഭൂമി പോലും നിനക്ക് കുടിസായി തോന്നും, നിനക്കത് ചെറുതായി തോന്നുന്നതാണ്. അതുകൊണ്ട് മോനെ, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നു, ദൈൽ അയ്യാമ തഹ്ദുറു കുല്ലഹിൻ. എല്ലാ സമയത്തും പ്രശ്നങ്ങളും പ്രയാസങ്ങളും സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്ന ഭൂമിയെ നീ ദുനിയാവിനെ നീ വെറുതെ വിട്ടാളാ. അനിൽ ഭൂലോകത്തുള്ള ഏത് മരുന്ന് കുടിച്ചാലും മരണത്തിനത് ശമനം തരുന്നതല്ല, അത് സംഭവിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് മരണത്തിനാവശ്യമായ മരുന്ന് കൊണ്ട് കുടിച്ചോ, മരിക്കുന്ന സമയത്ത് ഉപകാരം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തു വെച്ചോ. ദുനിയാവിനെ നീ വെറുതെ വിട്ടാളാ. അതിങ്ങനൊക്കെ തന്നെയാണ് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെയായിരിക്കും. അല്ല നിനക്ക് തന്നതുകൊണ്ട് തൃപ്തിപ്പെട്ടോ. എനിക്കും അവനെ പോലെ ആവണം, എനിക്കും ഇവനെ പോലെ ആവണം എന്ന് ചിന്തിച്ച് രാവും പകലും അധ്വാനിച്ചതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. അല്ല തന്നതുകൊണ്ട് തൃപ്തിപ്പെട്ടാൽ മനസ്സിന് സന്തോഷമുണ്ടാവും, സമാധാനമുണ്ടാകും. അതല്ലേ നേരത്തെ ഖുർആനിൽ പറഞ്ഞത്, ഫഖുദ് മാ ആതൈതുക വകുൻ മിനശ് ശാകിരീൻ. ഞാൻ തന്നത് വാങ്ങിക്കോ, എന്നിട്ട് നന്ദിയുള്ളവനായി ജീവിച്ചോ, എന്നാൽ നിനക്ക് രക്ഷപ്പെടാമെന്ന് ബഹുമാനപ്പെട്ട വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. മാത്രമല്ല, നമ്മളൊക്കെ ചിന്തിക്കുന്നുണ്ടോ, ഇനിയിപ്പോ നാട്ടിൽ പോയാൽ എന്താ ചെയ്യുക? ജോലി ചെയ്യാൻ ഇവിടെ എന്ത് ജോലി ചെയ്യാനും മടിയില്ലായിരുന്നു. ഇവിടെ ഏത് കക്കൂസ് ചെയ്യാൻ നമുക്കൊരു മടിയില്ല. നാട്ടിൽ പോയപ്പോ ഞാനൊക്കെ എന്ത് ജോലിയാ ചെയ്യുക എന്നൊരു ധാരണ. എന്ത് ജോലിയും ചെയ്യണം സഹോദരന്മാരെ. അള്ളാഹുവിന്റെ അമ്പിയാക്കളെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ. എല്ലാ അമ്പിയാക്കളും ആടുകളെ മേക്കിയവരാണ്. ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കാന ഹദ്ദാദൻ, ഇരുമ്പിന്റെ പണിയെടുത്ത ആളായിരുന്നു, കൊല്ലപ്പണിയെടുത്ത ആളായിരുന്നു. ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം കാന നജ്ജാറൻ, കാർപ്പന്റർ ആയിരുന്നു, ആശാരി പണിയെടുത്തവരായിരുന്നു. ഇദ്രീസ് അലൈഹിസ്സലാം കാന ഖയ്യാത്ത, ബഹുമാനപ്പെട്ട ഇദ്രീസ് നബി അലൈഹി ടൈലറായിരുന്നു, വസ്ത്രം തുന്നുന്ന ടൈലറായിരുന്നു. ബഹുമാനപ്പെട്ട ഹബീബുന സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആടിനെ നോക്കിയിട്ടുണ്ട്, താജിറാണ്, ബിസിനസ് നടത്തിയിട്ടുണ്ട്. എന്ത് ജോലിയും ചെയ്യാം. ഇതൊക്കെ മഹാന്മാർ ചെയ്ത ജോലി തന്നെയാണ്. അതുകൊണ്ട് വിഷമം എന്ന് പറയുന്ന സാധനത്തിന് നമ്മുടെ മനസ്സിൽ നിന്ന് എടുത്തു കളയുക. ബഹുമാനപ്പെട്ട വിശുദ്ധ ഖുർആനിൽ തന്നെ കാണാം, സ്വർഗത്തിലേക്ക് കടക്കുന്ന മുഅ്മിനീങ്ങൾ പറയുന്നത് അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നൽ ഹുസ്ന. സ്വർഗത്തിൽ കടന്നാൽ മുഅ്മിനീങ്ങളൊക്കെ പറയുന്ന ഒരു വാക്കാണത്, അൽഹംദുലില്ലാഹ് അല്ലദീ അദ്ഹബ അന്നൽ ഹുസ്ന. ഈ ഹുസ്നിൽ നിന്നൊക്കെ ഒരു മോചനം ലഭിച്ചല്ലോ, അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നു. അതുപോലെ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക, അല്ലാഹുവിനുള്ള ദിക്റുകൾ വർദ്ധിപ്പിക്കുക. പ്രത്യേകിച്ച്
ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ പോലുള്ള ദിക്റുകൾ വർദ്ധിപ്പിക്കുക. ഇതൊക്കെ എന്താണ്? ഹുസ്നി ഇല്ലാതെയാവാൻ കാരണമാണ്. അതോടൊപ്പം ഹുസ്ന് പോകാനുള്ള മറ്റൊരു മരുന്നാണ് കുറച്ചൊക്കെ ചിരിക്കുക. ചില ആൾക്കാർ അതിന് തന്നെ മടിയാണ്. ചിരിക്കാത്ത എത്ര ആൾക്കാരുണ്ട്. എത്രയോ ആഴ്ചകളായിട്ടുണ്ടോ ഒന്ന് ചിരിച്ചിട്ട് ഓന് എപ്പോഴും അവന്റെ മുഖം ഇങ്ങനെ എന്താ കണ്ടാലോ വല്ല സിംഹമാണൊക്കെ തോന്നുന്ന രൂപത്തിൽ. അതിന് പാരം എന്ത് ചെയ്യുക? ചിരിക്കുക. ഇത് നല്ലതാണ്, പക്ഷേ ഓവറാവരുത്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, കസറത്ത് അദ്ദഹ്കി തുമീതുൽ ഖൽബ. എപ്പോഴും ചിരിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്യുന്ന ചില ആൾക്കാരുണ്ട്. അതെന്തല്ല, അത് നല്ലതല്ല, അത് ഹൃദയത്തെ കൊന്നുകളയുന്നതാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ച് എത്രയോ സംഭവങ്ങൾ ഹദീസിലുണ്ടല്ലോ, ഒരുപാട് സംഭവങ്ങൾ ഹദീസിലുണ്ട്. മാത്രമല്ല വിശുദ്ധ ഖുർആനിൽ ഫതബസ്സമ ദാഹികൻ മിൻ ഖൗലിഹാ, ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബിൽക്കീസ് രാജ്ഞിയുടെ വാക്ക് കേട്ടുകൊണ്ട് സന്തോഷത്തോടെ ചിരിച്ച രംഗം വിശുദ്ധ ഖുർആൻ പറയുന്നില്ലേ? നമുക്കെന്തുകൊണ്ട്? അപ്പൊ ഇത്തരം ദുഃഖങ്ങളും വിഷമങ്ങളും ഒക്കെ ഇല്ലാതെയാക്കി എപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ദിക്റിലും തസ്ബീഹിലുമായി കഴിഞ്ഞുകൂടുക. വിഷമങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ദിക്ർ ചൊല്ലുക, നിസ്കരിക്കുക, വിശുദ്ധ ഖുർആൻ ഓതുക, അതുപോലെ നല്ല കാര്യങ്ങൾ ചെയ്യുക, രോഗികളെ സന്ദർശിക്കുക. ഇതൊക്കെ എന്താണ്? ഇത്തരം ഹുസ്നുകൾ ഇല്ലാതെയാവാൻ കാരണമാകും. മാത്രമല്ല മറ്റൊരു കാര്യം കൂടെ നാം മനസ്സിലാക്കുക. വിശുദ്ധ ഖുർആനിൽ വന്ന മറ്റൊരായത്ത്, ഫഇദാ ജാഅ അജലുഹും ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. ഇത് നാം ഉറച്ചു വിശ്വസിക്കുക. നാം എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടാലും വലിയ വലിയ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കി അവിടെ താമസിക്കാൻ പോലും നാം നിൽക്കാതെ ഇങ്ങനൊക്കെ ഉണ്ടാക്കിയാലും ഫഇദാ ജാഅ അജലുഹും, അവരുടെ വിധി എത്തിക്കഴിഞ്ഞാൽ, അവരുടെ സമയം എത്തിക്കഴിഞ്ഞാൽ ലാ യസ്തഖിറൂന സഅ, ഒരു നിമിഷം പോലും ബന്ധിക്കുകയില്ല. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു ഫത്ഹുൽ മീനക്ക് മുസന്നിഫ് എഴുതിയ മറ്റൊരു കിതാബുണ്ട്, അൽ ഇസ്തിഅദാദു ലിൽ മൗത്തി, മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് എന്ന് പറയുന്നൊരു കിതാബ്. ആ കിതാബിൽ മഹാനവറുകൾ ഒരു സംഭവം പറയുന്നുണ്ട്. മഹാനവറുടെ തൊട്ട് മുമ്പ് കാലഘട്ടത്തിൽ ഒരു രാജാവ്, വലിയ സമ്പന്നനായ രാജാവ്, അദ്ദേഹത്തിന്റെ പണം ഉപയോഗിച്ച് വലിയ കൊട്ടാരമുണ്ടാക്കി, ചുറ്റുമതിലുകളുണ്ടാക്കി, ഒരാൾക്കും അങ്ങോട്ട് കടന്നു വരാൻ പറ്റാത്ത രൂപത്തിൽ ഇഷ്ടംപോലെ പാറാവുകാരും അതുപോലെ ഖദ്ദാമുകളും എല്ലാമായി ഒരു നല്ല സുഖമായ ജീവിതം നയിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം ഒരു വലിയ സദ്യ ഉണ്ടാക്കി. അവിടെ ലോകത്ത് കിട്ടുന്ന സർവ്വ ഭക്ഷണങ്ങളും അദ്ദേഹത്തിന്റെ തെന്മേശയിൽ ഒരുക്കിക്കൊണ്ട് ഒരു വമ്പൻ സൽക്കാരം. ആ സൽക്കാരത്തിന് പല പ്രമാണികളെയും വിളിച്ചു. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി സുപ്രയിലൊക്കെ ഭക്ഷണം നിറഞ്ഞു നിൽക്കുകയാണ്. അദ്ദേഹവും ഭാര്യയും കുട്ടികളും ഒക്കെ കൂടെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരിക്കുന്നു. അങ്ങനെ അതിഥികളെല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ തന്നെ മതിമറന്നിരിക്കുകയാണ് സദ്യ കണ്ടുകൊണ്ട്. ആ സമയത്ത് ഗേറ്റിന്മേൽ ഒരു ഭയങ്കര ശബ്ദം, ഒരു ഭയങ്കരമായ മുട്ടൽ, ഗൗരവമേറിയ ഒരു മുട്ടൽ. ഉടനെ പാറാവുകാർ പോയി നോക്കുന്ന സമയത്ത് ഒരു കാക്ക, ഒരു യാചകൻ, കീറിപ്പറഞ്ഞ വസ്ത്രം, വാസനിക്കുന്ന അതുപോലെ മോശമായ രൂപത്തിലുള്ള ഒരാളെ കണ്ടു. അവർക്കൊക്കെ ചൂടായി, നിങ്ങൾക്ക് ഭക്ഷണം വേണമെങ്കിൽ ഞങ്ങൾ തരൂല, നിങ്ങൾ ഇങ്ങനൊക്കെ മുട്ടിയിട്ട് എന്ത് ചെയ്യണോ? ഇവിടെ അലോസരമുണ്ടാക്കുന്ന രാജാവിന്റെ കൊട്ടാരമല്ലേ എന്നൊക്കെ ഉപദേശിച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് രാജാവിനൊന്ന് കാണണം, ഞാൻ രാജാവിനെ കാണാൻ വന്നതാണ്. എനിക്ക് എന്ത് താരാറ, രാജാവിനടുത്ത് ഇങ്ങോട്ട് വരെ, അതുണ്ടാവാൻ പോകുന്നതിന് അവർ വാതിലടച്ചു പോയി. അങ്ങനെ വീണ്ടും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ വാതിലിന് അതിലും ശക്തിയായ വിട്ടു കേൾക്കുന്നു. അതിശക്തമായ വിട്ട് രാജാവും അതുപോലെ എല്ലാവരും വെട്ടിപ്പോയി. രാജാവ് ഉടനെ തന്നെ പറഞ്ഞയച്ചു അവനെ അട്ടിപ്പുറത്താക്കാൻ വേണ്ടി. അങ്ങനെ ആയുധങ്ങളുമായി ഈ രാജാവിനെ അട്ടിപ്പുറത്താക്കാൻ വേണ്ടി ചെന്നപ്പോൾ അദ്ദേഹം പറയുന്നു, അന മലക്കുൽ മൗത്ത്, ഞാൻ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്, തിരുവിടെ രാജാവിനെ കാണാൻ വന്നതാണ്. അങ്ങനെ രാജാവിന്റെ മുമ്പിലേക്ക് ചെന്നുകൊണ്ട് കീറിപ്പറഞ്ഞ വസ്ത്രം യാചകന്റെ രൂപത്തിൽ വന്നു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന രാജാവിന്റെ മുമ്പിൽ ചെന്ന് പറഞ്ഞു, അന മലക്കുൽ മൗത്ത്, ഞാൻ റൂഹിനെ പിടിക്കുന്ന മലക്കാണ്, ഈ നിമിഷം നിന്റെ കൂടെ പോരണം, ഈ നിമിഷം നിന്റെ കൂടെ പോരണം. സഹോദരന്മാരെ ആലോചിച്ചു നോക്കൂ, നാളെ നമ്മുടെ വാതിൽ നിന്ന് വിട്ടുവെക്കാം. ബഹുമാനപ്പെട്ട മലക്ക് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, ഞാൻ മലക്കുൽ മൗത്താണ്, നിങ്ങൾ എന്റെ കൂടെ ഇപ്പോൾ വരണം. രാജാവ് കരഞ്ഞുകൊണ്ട് കെഞ്ചി പറഞ്ഞു നോക്കി, ഈ കാണുന്ന 10,000-കണക്കിന് ആളുകളിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആരെയും വേണമെങ്കിൽ കൊണ്ടുപോയിക്കോളൂ, എന്നെ അല്പം ബന്ധിപ്പിച്ചു തരൂ, ഞാനൊന്ന് നല്ലത് ചെയ്യട്ടെ. ഞാനതിനല്ല വന്നത്, നിങ്ങളെ കൊണ്ടുപോകാൻ വന്നതാണ്. അടുത്ത സെക്കൻഡിൽ മയ്യിത്തായി വീഴുന്നു. സഹോദരന്മാരെ ചിന്തിച്ചു നോക്കൂ, ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്. നിങ്ങൾ എന്താണ്, നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫഇദാ ജാഅ അജലുഹും ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ.
അത് ആ സമയം സെക്കൻഡും ദിവസമൊക്കെ തീരുമാനിച്ചു വെച്ചു. 100 സെക്കൻഡ് മുന്നേ നമ്മൾ ആരും കൊണ്ടുപോകുകയില്ല. 1 മണിക്കൂർ നേരത്തെ കൊണ്ടുപോകില്ല. 1 സെക്കൻഡ് പിന്തിപ്പിക്കുകയുമില്ല.